6.15 കോടിയുടെ ഫെറാറി പുരോസാംഗ്വേ ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമാക്കിയ കോടീശ്വരനെ കണ്ടോ? ഏതൊരു കൊച്ചുകുട്ടിക്കും സുപരിചിതമായ ഫെറാറി എന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫെരാരി പുരോസാംഗ്വേ ബെംഗളൂരു നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറ്റാലിയൻ എക്സോട്ടിക് കാർ നിർമ്മാതാവിന്റെ ആദ്യ എസ്യുവി 2022-ലാണ് ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. അതും ആസ്പിറേറ്റഡ് V12 എഞ്ചിന്റെ കരുത്തോടെ. ആദ്യത്തെ ഫെരാരി പുരോസാംഗ്വേ ബംഗളൂരുവിലെ ഭൂപേഷ് റെഡ്ഡിയുടെ ബ്രൺ ഗാരേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫെരാരി ആദ്യമായി 4 സീറ്റർ അവതരിപ്പിക്കുന്ന മോഡലാണ് ഇത് എന്ന പ്രത്യേകതയുണ്ട്. വീലുകളും ഇറിക്കോ ഇന്റീരിയറും സഹിതം നീറോ ഡേറ്റോണ ബ്ലാക്ക് ഷെയ്ഡിൽ ബ്ലാക്ക് പൂർത്തിയാക്കിയ അതിശയകരമായ സ്പെക്കിലാണ് മോഡൽ ഇന്ത്യയിലെത്തിയത്. രണ്ടാം നിരയിലെ 2 സീറ്റുകൾ സ്പോർട്സ് സീറ്റുകൾക്കൊപ്പം അൽക്കാന്റാര ലെതറാണ് ക്യാബിനിൽ. എസ്യുവിയിലേക്ക് കയറാൻ റിയർ ഹിങ്ക്ഡ് ഡോറുകൾ വഴി പിൻ സീറ്റുകളിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. സൂപ്പർ എക്സോട്ടിക് പെർഫോമൻസ് എസ്യുവി സെഗ്മെന്റിലെ ബെന്റ്ലി ബെന്റേഗ, ലംബോർഗിനി ഉറുസ് പെർഫോമൻസ്, ആസ്റ്റൺ മാർട്ടിൻ ഡിബേക്സ്, മസെറാട്ടി ലെവന്റ് ട്രോഫിയോ എന്നിവയ്ക്കുള്ള ഇറ്റാലിയൻ മാർവിയുടെ ഉത്തരമാണ് ഫെരാരി പുരോസാംഗ്വേ. 715 bhp പരമാവധി പവറും 716 നാനോമീറ്റർ പീക്ക് ടോർക്ക് ട്യൂൺ ചെയ്ത 6.5 യൂണിറ്റ് V12 എഞ്ചിനിൽ നിന്നുള്ള വാഹനത്തിന് കരുത്ത് പകരുന്നു. മോട്ടോർ 2 സ്പീഡ് പവർ ട്രാൻസ്മിഷൻ യൂണിറ്റും ഒരു 8 സ്പീഡ് DCT റിയർ സെറ്റ് ഡ്യുവൽ ക്ലാച്ച് യൂണിറ്റുമായി ജോഡിയാക്കിയിരിക്കുന്നു. ഇത് 4 വീലുകളിലേക്കും ഒരുപോലെ പവർ വാഹനം സഹായിക്കുന്നു. പുരോസാംഗ്വേക്ക് 0 നിന്ന് 100 കിലോമീറ്റർ വേഗതയിൽ എത്താൻ 3.3 സെക്കൻഡ് മാത്രം മതി. 0 മുതൽ 200 വരെ കിലോമീറ്റർ വേഗത 10.6 സെക്കൻഡിനുള്ളിൽ എത്തുന്നു. മണിക്കൂറിൽ 310 കിലോമീറ്ററാണ് വാഹനത്തിന്റെ പരമാവധി വേഗത. പെർഫോമൻസ് ഓഫറിന് ആക്റ്റീവ് സസ്പെൻഷൻ, സെറാമിക് ബ്രേക്കുകൾ, മുൻചക്രങ്ങളിൽ ടോർക്ക് വെക്ടറിംഗ്, ഒരു ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ, 4 വീൽ സ്റ്റിയറിംഗ് എന്നിവ ലഭിക്കുന്നു. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും പ്രായോഗികമായ ഫെരാരിയാണ് ഫെരാരി പുരോസാംഗ്വേ. ഇത് ഇന്ത്യയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന നിരവധി ഉദാഹരണങ്ങളിൽ ആദ്യത്തേതായിരിക്കാം. ഫെരാരി എപ്പോഴും തങ്ങളുടെ ആദ്യത്തെ എസ്യുവിക്ക് ആവശ്യക്കാരെയാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ഫെരാരി പുരോസാംഗ്വേയുടെ വില ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും V12 എസ്യുവിക്ക് 6.5 കോടി രൂപ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കാം. ഫെറാറിയുടെ 499p എൻഡ്യൂറൻസ് റേസ് കാറിൽ ഉപയോഗിക്കുന്ന പവർ ട്രെയിനിന് സമാനമായ ടർബോഡ് V6 എഞ്ചിനുമായി ജോഡിയാക്കിയ ശക്തമായ ഹൈബ്രിഡ് സെറ്റ് ആപ്പ് പുതിയ ഹൈപ്പർകാർ ഉപയോഗിക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2024-ൽ എത്താൻ സാധ്യതയുള്ള മറ്റൊരു മോഡൽ 812 സൂപ്പർഫാസ്റ്റിന് പകരമാണ്. കാർഡിന്റെ ടെസ്റ്റ് മ്യൂളുകൾ റോഡുകളിൽ വളരെക്കാലമായി കണ്ടുവരുന്നതാണ്. കൂടാതെ കാർ V12 എഞ്ചിൻ നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 812 സൂപ്പർഫാസ്റ്റിന് പകരക്കാരനെയും ഫെറാറി പരീക്ഷിക്കുന്നുണ്ട്. 2025-ൽ ആരംഭിക്കുന്ന ഫോർമുല 1 ടീമിനായി ലൂയിസ് ഹാമിൽട്ടണിന്റെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ഫെറാറി അടുത്തിടെ മോട്ടോർസ്പോർട്സിൽ തരംഗമായി. ഫെറാറി വാഹനം ഇപ്പോൾ മലയാളികൾക്ക് കൂടുതൽ സുപരിചിതം ദുൽഖർ സൽമാൻ വാങ്ങിയ പുതിയ മോഡലിലൂടെയാണ്. എലഗൻസും ടെക്നോളജിയും സമന്വയിക്കുന്ന ഒരു സൂപ്പർ കാറാണ് 296 GIGATERABYTE. ഇലക്ട്രിക് മോട്ടോറുമായി കണക്ട് ചെയ്ത 3.0 ഉപകരണ V6 എഞ്ചിനാണ് ഇതിന്റെ ഹൃദയം. ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ മറ്റേതൊരു ഫെറാറിയെയും പോലെ തന്നെ പെർഫോമൻസായി ട്യൂൺ ചെയ്തിരിക്കുന്നു. ഈ ഹൈബ്രിഡ് സജ്ജീകരണം 818 PS മാക്സ് പവർ പുറപ്പെടുവിക്കുന്നു. ഈ ഫെറാറി ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും ശക്തമായ V6 എഞ്ചിനാക്കി ഈ യൂണിറ്റിനെ മാറ്റുന്നു. ഫെറാറി 296 GIGATERABYTE ക്ക് വെറും 2.9 സെക്കൻഡിനുള്ളിൽ 0 നിന്ന് 100 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും. മണിക്കൂറിൽ 330 കിലോമീറ്ററായി സൂപ്പർ കാറിന്റെ പരമാവധി വേഗത പരിമിതപ്പെടുത്തിയിരിക്കുന്നു.